ഹലോ, ഞാനിന്ന് ഒരു ബ്രെഡ് മസാല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ വെജിറ്റേറിയൻ മീൽസിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇത് ഉണ്ടാക്കിയാൽ നോൺ വെജുകാർക്കൊക്കെ സന്തോഷമായിരിക്കും. ഞാൻ അതിനായിട്ട് ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, 6 എണ്ണം. പിന്നെ ഒരു 2 വളയം തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് തേങ്ങ കൊത്താക്കി വെച്ചിരിക്കുന്നു. ഒരു കുഞ്ഞു സ്പൂൺ, അതായത് നമ്മുടെ ചെറിയ ടീസ്പൂണിനുള്ള ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. ഇതൊരു 1/2 ക്യാപ്സിക്കം, വലിയ ക്യാപ്സിക്കം ആയിരുന്നു, ചെറുതാണെങ്കിൽ 1 എടുക്കാം. അപ്പം 1/2 ക്യാപ്സിക്കം, ഒരു തക്കാളി, പിന്നെ കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൊടികൾ എടുക്കുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു സ്പൂണ്. മല്ലിപ്പൊടി 1 സ്പൂണ്, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു സ്വല്പം ഉപ്പ്. ഈ ബ്രെഡിന് ഉപ്പുള്ളത് കൊണ്ടേ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളൊരു വലിയ നാരങ്ങ, ഇത് ഇതിൻ്റെ ഒന്നും വേണ്ട, ഒരു ചെറിയ ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം ഇതിൽ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ 2 കഷ്ണം വീതം ബ്രെഡ് ഒന്ന് മുരിച്ചെടുക്കാം. ഒത്തിരി കരിയരുത്, വെറുതെ ഒരു ബ്രൗൺ കളറായാൽ മതി. ഇതുപോലെ ബ്രെഡ് മൊരിച്ചെടുക്കണമെന്ന്, ഒരുപാട് കരിഞ്ഞു പോരുത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തീ കുറവായിരിക്കണം. ഇത് ബട്ടറിലാണ് മൊരിച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇനി ഇത് ചെറിയ കഷ്ണമാക്കണം, അത് ഞാൻ കാണിക്കാം. ഇത് ഇപ്പോൾ ഇനി ഈ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുടിപ്പിക്കാം. വെളിച്ചെണ്ണ ആദ്യം നമുക്ക് ഈ തേങ്ങാക്കൊത്തിട്ടവനെ ഒന്ന് വറക്കണം. അതിന് ശേഷമാണ് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നത് നമ്മൾ. ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇടുക. ഈ സമയത്ത് നമുക്ക് സബോള ഇടാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്തു. സബോള ഒന്ന് ചെറുതായിട്ട് ഒരു ബ്രൗൺ നിറം വരണം. അപ്പം നമുക്ക് തീ കുറച്ചൊരു മിനിറ്റ് ഇതിലിടാം. സബോള ഇതാകുന്ന നേരത്തിൽ നമുക്ക് ഈ നമ്മളിവിടെ മൊരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് മുറിക്കാം. സബോളയുടെയൊക്കെ നിറമൊക്കെ കുറച്ച് മാറി. അപ്പം നമുക്ക് ഈ ക്യാപ്സിക്കം ഇടാം. നമുക്ക് തക്കാളി, ഇതെല്ലാം വളരെ ചെറുതായിട്ട് അരിയണേ, എന്നാലും ഇത് ബ്രെഡിലോട്ടൊക്കെ മിക്സ് ആകത്തുള്ളൂ. തക്കാളി അരിയുമ്പം അതിൻ്റെ കുരുവൊക്കെ അങ്ങ് കളയും കേട്ടോ. നമ്മുടെ കരിവേപ്പില അരിഞ്ഞത്, മല്ലിയുടെ പകുതി ഞാൻ എടുക്കുന്നുള്ളൂ, പകുതി നമുക്ക് അവസാനം എടുക്കാം. നമ്മൾ ഈ സമയം ഈ പൊടികളൊക്കെ എടുത്തില്ലേ, അതിലോട്ടൊരു സ്വല്പം വെള്ളം ഒഴിച്ച് അതെല്ലാം ഒന്ന് ഒരുമിച്ച് മിക്സ് ചെയ്യുക. മസാല ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ടു. അത് കൊടുത്തതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. പറ്റിയിരുന്നതെല്ലാം കൂടെ ഞാനൊരു ഇച്ചിരി തിളച്ച വെള്ളം കേട്ടോ,
തിളച്ച വെള്ളത്തിലൊഴിച്ച് അതിതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് ഇത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ സമയത്തിന് ഇതെല്ലാം ഒന്ന് വെന്ത് എല്ലാം പിടിക്കും. ഇതെല്ലാം ഒന്ന് വെന്ത് നല്ല പാകമായി. ഈ സമയം നമ്മൾ ചെറിയതായിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട്, ഉപ്പ് വേണേൽ കുറച്ചേ ഇടാവുള്ളൂ. ഇനി ബ്രെഡാണ് ചേർക്കാൻ പോകുന്നത്. ബ്രെഡിലും കുറച്ച് ഉപ്പുണ്ട്. ലാസ്റ്റാണ് ശരിക്കും നോക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് നമുക്ക് ചേർക്കാം. ബ്രെഡ് ഇപ്പം നല്ലപോലെ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി നേരം ഒന്ന് നിന്നിട്ട് അടുപ്പിലിടണം, എന്നാലേ അത് മൊരിഞ്ഞൊന്ന് വരത്തുള്ളൂ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ ബാക്കി നമ്മൾ കുറച്ച് മല്ലിയില വെച്ചിരുന്നില്ലേ, അതും ഇട്ട് 1 മുറി നാരങ്ങ. ഉപ്പ് നോക്കിയായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ടുവേ. 1 മുറി നാരങ്ങ ഇതിൻ്റെ മേളിൽ എല്ലാ രുചിയും കൂടി ഒന്ന് ഇതാകും. അപ്പോൾ ഒഴിക്കുക. ഇത് നമ്മുടെ മസാല ബ്രെഡ് ഫ്രൈ ഒക്കെ കറക്റ്റ് എല്ലാം ശരിയായിട്ടുണ്ട് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ നല്ല കോഴിപ്പെരളിൻ്റെ കൂട്ടോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നില്ലേ? പക്ഷേ ഇത് വെറും ബ്രെഡാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഓണത്തിൻ്റെ പച്ചക്കറി കൂട്ടാനൊക്കെ കൂട്ടുമ്പോൾ ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പം വെജിറ്റബിൾ പുലാവോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ഒക്കെ കഴിക്കുന്നതിൻ്റെ കൂടെ ആണെങ്കിലും വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.